അടുത്ത ആഴ്ചത്തെ ഒരു എപ്പിസോഡിൽ അതിഗംഭീരമായിട്ട് നമ്മുടെ ഭൂമി പറയാണ്, ഞാൻ ഇവിടുത്തെ മകളാണ്, സത്യദാസിന്റെ മകളാണ് എന്ന് പറഞ്ഞിട്ട് അടയാളത്തിനായിട്ട് ആ മാലയും ബാക്കിലുള്ള മറുകും കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ അടുത്ത ആഴ്ച എന്തൊക്കെ സംഭവങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നത് നോക്കാം. അപ്പൊ ആദ്യം നമ്മുടെ ഭൂമി പ്രൊഫസറെ കാണാൻ ഹൈ റേഞ്ചിലേക്ക് പോയിരിക്കുകയാണല്ലോ. അവിടെ പ്രൊഫസർ ഇല്ലാത്തത് കൊണ്ട് ഒരു ദിവസം ഒരു ഹോട്ടൽ റൂമിൽ താമസിച്ചിട്ട് പിറ്റേ ദിവസമാണ് പ്രൊഫസറെ കാണാൻ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ ആ ഹോട്ടൽ വരെയും ഭൂമിയെ ഫോളോ ചെയ്ത് ഒരാൾ വന്നതായിട്ട് ഭൂമി നോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഭൂമിക്ക് അത് ആരാണെന്ന് മനസ്സിലാവുന്നുണ്ട്. ഇയാൾ എന്നെ ഫോളോ ചെയ്ത് ഇത്ര ദൂരം വരണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ഇയാൾ അച്ഛന്റെ കൊലയാളി ആയിരിക്കും, ഇല്ലെങ്കിൽ ആ ടീമിലുള്ള ഒരാളായിരിക്കും എന്ന് ഭൂമിക്ക് മനസ്സിലാവുന്നുണ്ട്. അയാൾ ഫോളോ ചെയ്യുന്നത് ഭൂമിക്ക് കറക്റ്റായിട്ട് അറിയുന്നുണ്ട്. അങ്ങനെ ഹോട്ടൽ റൂമിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ റൂമിന്റെ പരിസരത്തും ഇയാൾ ചുറ്റിക്കറങ്ങി നടക്കുന്നത് ഭൂമി കാണുകയാണ്. അങ്ങനെ ഭൂമി എന്താണ് ഇയാളുടെ ലക്ഷ്യം, എന്തിനാണ് ഭൂമിയെ ഫോളോ ചെയ്യുന്നതെന്ന് അറിയാനായിട്ട് ഭൂമി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഭൂമിയുടെ ബാഗ് ആ ഹോട്ടൽ റൂമിൽ തന്നെ വെച്ചിട്ട് റൂമിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ ഭൂമി ഇറങ്ങി പോയ ആ ഗ്യാപ്പിൽ നമ്മുടെ കമാല് റൂമിനകത്ത് വന്ന് ആ ബാഗൊക്കെ അരിച്ച് പെറുക്കി തപ്പി തെരഞ്ഞ് ആ കത്തെടുത്ത് കൈക്കലാക്കുന്നുണ്ട്. അങ്ങനെ കത്ത് കിട്ടിയ ഉടനെ യെസ് എന്നൊക്കെ പറഞ്ഞ് ആ കത്ത് എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ കമാൽ ഇറങ്ങിയ ശേഷം ഭൂമി തിരിച്ചു വരുന്നു. വന്ന ഉടനെ റൂമിലെത്തിയ ഉടനെ ആ ബാഗാണ് ചെക്ക് ചെയ്ത് നോക്കുന്നത്. നോക്കുമ്പോൾ അതിൽ കത്ത് കാണാനില്ല. അപ്പൊ ഭൂമിക്ക് മനസ്സിലാവുകയാണ് ഇയാളുടെ ലക്ഷ്യം ആ കത്തായിരുന്നു. ബാഗിലുണ്ടായിരുന്ന കുറച്ച് പണമൊക്കെ അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ട്, അതൊന്നും മിസ്സായിട്ടില്ല. കത്ത് മാത്രമാണ് ബാഗിൽ നിന്ന് മിസ്സായിരിക്കുന്നത്. അപ്പൊ പിന്നെ അത് ഉറപ്പായിട്ടും അച്ഛന്റെ കൊലയാളിയോ ആ ടീമിലുള്ള ഒരാളോ ആയിരിക്കും എന്നുള്ള കാര്യം ഭൂമി മനസ്സിലാക്കണം കേട്ടോ. മാത്രമല്ല ഈ കത്ത് ഭൂമിയുടെ കയ്യിലുള്ള കാര്യം അധികം ആരോടും ഭൂമി പറഞ്ഞിട്ടില്ല. അജയോട് പറഞ്ഞിട്ടുണ്ട്, അജയുടെ ഫാമിലിയിലുള്ളവരോട് പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ വേറെ ആരോടും ഈ കത്ത് കിട്ടിയ കാര്യമൊന്നും ഭൂമി പറഞ്ഞിട്ടില്ല. പിന്നെ ഇയാൾക്ക് എങ്ങനെ ഈ കത്തിന്റെ കാര്യം മനസ്സിലായി, അതും ഭൂമി ആലോചിക്കുകയാണ് കേട്ടോ. ആലോചിച്ച് എങ്ങനെയായാലും ഭവാനിയിലേക്ക് എത്താൻ പോകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ബന്ധം ഭവാനിയുമായിട്ട് ഭൂമിക്കോ ഭൂമിയുടെ അച്ഛനോ വേണമല്ലോ. അങ്ങനെ ഒരു ബന്ധം ഉള്ളതായിട്ട് ഭൂമിക്ക് അറിയില്ല. അങ്ങനെ ഒരു ബന്ധവും ഇല്ലാത്ത ഒരാൾ വെറുതെ വന്ന അച്ഛനെ കൊല്ലേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ പിന്നെ ഭൂമി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇവരുടെ ലക്ഷ്യം എന്താണ്, എന്തിനാണ് എൻ്റെ അച്ഛനെ കൊന്നത്, ഇനിയിപ്പോൾ അയാൾ എന്നെയും കൊല്ലുവോ, അതാണോ അവരുടെ ഉദ്ദേശം എന്നൊന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും കത്ത് അടിച്ചു മാറ്റിയ ആളുടെ പിന്നാലെ പോകാൻ തന്നെ ഭൂമി തീരുമാനിക്കുകയാണ്. കൊലയാളിയിലേക്ക് കിട്ടിയ ഒരു ഹിന്റ് ആണല്ലോ, അതിന്റെ പിന്നാലെ പോയാലല്ലേ ബാക്കി അറിയാൻ സാധിക്കുള്ളൂ. അങ്ങനെ ഇതെന്തായാലും ഞാൻ കണ്ടുപിടിച്ചിരിക്കും എന്നുള്ള ഒരു പ്രതിജ്ഞയൊക്കെ എടുത്ത് അയാളുടെ പിന്നാലെ പോയി അയാളെ ഫോളോ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഇതേ സമയം നമ്മുടെ കമാല് ആ കത്ത് കയ്യിൽ കിട്ടിയ ഉടനെ അവിടുന്ന് പോയി നേരെ ഭവാനിയെ വിളിച്ച് കാര്യം പറയുന്നുണ്ട്. കത്ത് എൻ്റെ കയ്യിൽ കിട്ടി, സക്സസ് ആയി മാഡം എന്നൊക്കെ പറയുമ്പോൾ ഇനി താൻ ഒരു നിമിഷം പോലും അവിടെ നിൽക്കണ്ട, വേഗം ആ കത്ത് എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വാ. ആ കത്ത് എന്നെ ഏൽപ്പിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ താൻ നോക്കിയാൽ മതി, കാരണം ഭൂമിയെ കൊല്ലാനുള്ള പരിപാടികളൊക്കെ ഉണ്ടല്ലോ, ആ കാര്യങ്ങൾ നോക്കിയാൽ മതി എന്നൊക്കെ പറയാണ്. അങ്ങനെ കമാല് ആ കത്ത് കൊണ്ടുപോയി ഭവാനിക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഭവാനി ആ കത്ത് തുറന്നു നോക്കുമ്പോൾ ഞെട്ടുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് കത്തൊന്നും അല്ല, ഭൂമിയുടെ അച്ഛൻ എഴുതിയ കത്തൊന്നും അല്ല, വെറും ഒരു ബ്ലാങ്ക് പേപ്പറാണ്, ഒരു വൈറ്റ് പേപ്പറാണ്. ഭൂമി താമസിച്ച ഹോട്ടൽ റൂം വരെയും ഈ കമാല് ഫോളോ ചെയ്തുകൊണ്ട് വന്നതൊക്കെ ഭൂമി കണ്ടല്ലോ. അപ്പൊ പിന്നെ ഇയാളുടെ ലക്ഷ്യം എന്താണെന്ന് അറിയാൻ ഭൂമി നടത്തിയ ഒരു പരീക്ഷണമായിരുന്നു അത്. അപ്പൊ എന്തായാലും കത്താണ് ലക്ഷ്യം എന്ന് ഭൂമിക്ക് മനസ്സിലായി. കത്ത് വേറെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഭൂമി. അങ്ങനെ ഭവാനി അത് കണ്ടതും ഇങ്ങനെ തലയിൽ കൈവയ്ക്കുകയാണ്. അവള് സ്മാർട്ട് ആയി കഴിഞ്ഞു, അവൾക്ക് മനസ്സിലായി കഴിഞ്ഞു കത്ത് അടിച്ചു മാറ്റാൻ ആരോ വരുന്നുണ്ട് എന്നൊക്കെ. ഇനിയിപ്പോ കത്തും കയ്യിൽ കിട്ടിയില്ല, അത് അവളുടെ കയ്യിൽ ഇരിക്കുന്നത് ഡേഞ്ചറാണ്, നമ്മുടെ ജോലി ഒന്നുകൂടെ കഷ്ടമാവും ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ആകെ മൂഡ് ഓഫ് ആയിട്ട് ഭവാനി ഇരിക്കുകയാണ്. അപ്പൊ അത് കഴിഞ്ഞ് അജയുടെയും അഞ്ജനയുടെയും കല്യാണ നിശ്ചയം നടക്കാൻ പോവാണല്ലോ. അപ്പൊ അതിന്റെ തലേ ദിവസം നിശ്ചയത്തിന്റെ ആ ഒരു സന്തോഷത്തിലേക്ക് ഇരിക്കുമ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും സർപ്രൈസ് കൊടുത്തുകൊണ്ട് ഭൂമി വീട്ടിൽ കയറി വരികയാണ്. അതും വെറുതെ അല്ല, ഒരു ബാഗൊക്കെ ആയിട്ടാണ് വരുന്നത്. മുമ്പൊക്കെ വന്നിട്ടുള്ളത് പോലെ അനുവാദം ചോദിച്ച് അങ്ങനെയൊന്നും അല്ല വരുന്നത്, നല്ല ബോൾഡ് ആയിട്ട് കയറി വരികയാണ് ഭൂമി. എന്നിട്ട് വന്ന ഉടനെ അവിടെ ഇരിക്കുന്ന മുത്തശ്ശിയോടും സത്യദാസിനോടും സംഗീതയും മാധവനും എല്ലാവരും ഇരിക്കുന്നുണ്ട്. എല്ലാവരോടും കൂടെ പറയാണ്, ഞാൻ ഇവിടെ താമസിക്കാൻ വന്നതാണ് മുത്തശ്ശി എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി ആഹാ അത് നന്നായി മോളെ, മോളുടെ വീട്ടിൽ ആരും ഇല്ലല്ലോ, എന്തായാലും മോൾ ഇങ്ങോട്ട് താമസം മാറ്റിയത് നന്നായി, ഇത് നീ നിന്റെ സ്വന്തം വീട് പോലെ വിചാരിച്ചാൽ മതി എന്നൊക്കെ പറയുമ്പോൾ മാധവൻ പറയാണ്, തൽക്കാലം ഭൂമി ഇവിടെ താമസിക്കുന്നതിൽ ഞങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല, ഭൂമിക്ക് ഇവിടെ എത്ര നാൾ വേണമെങ്കിലും താമസിക്കാം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ തൽക്കാലത്തിലേക്ക് താമസിക്കാനല്ല ഞാൻ വന്നത്, ഇനി അങ്ങോട്ട് എന്നും എല്ലാ കാലത്തും ഞാൻ ഇവിടെ തന്നെയാണ് കഴിയാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ എന്നും പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ നോക്കുകയാണ്. അപ്പൊ ഭൂമി പറയാണ്, ഞാൻ ഇവിടെയാണ് കഴിയേണ്ടത് മുത്തശ്ശി, എന്താന്ന് വെച്ചാൽ ഞാൻ ഇവിടുത്തെ മകളാണ്, ഇവിടുത്തെ സത്യദാസിന്റെയും സുമിത്രയുടെയും മകളാണ് ഞാൻ എന്ന് പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഞെട്ടിയിട്ട് നോക്കുകയാണ് കേട്ടോ. അങ്ങനെ മുത്തശ്ശി പെട്ടെന്ന് എണീറ്റ് നിൽക്കുന്നു. എന്നിട്ട് എന്താ നീ പറഞ്ഞത് ചോദിക്കുമ്പോൾ അതേ മുത്തശ്ശി, ഞാൻ ഇവിടുത്തെ മകളാണ്, 22 വർഷം മുമ്പ് കാണാതായ സത്യദാസിന്റെ മകൾ അഭിരാമി, ആ അഭിരാമിയാണ് ഇപ്പൊ മുത്തശ്ശിയുടെ മുമ്പിൽ ഈ വന്ന് നിൽക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ്, അപ്പോൾ ഭൂമിയുടെ അച്ഛൻ അച്യുതനും അംബികയും എന്നൊക്കെ പറയുമ്പോൾ അവരെന്റെ വളർത്തച്ഛനും വളർത്തമ്മയും ആയിരുന്നു, അത് ഞാൻ ഈയിടയ്ക്കാണ് മനസ്സിലാക്കിയത്, എന്റെ ശരിക്കുള്ള അച്ഛനും അമ്മയും സത്യദാസും സുമിത്രയും ആണ്, എന്റെ ശരിക്കുള്ള പേര് ഭൂമിയല്ല, എന്റെ
വളർത്തച്ഛൻ ഇട്ട പേരാണ് ഭൂമി. എൻ്റെ ശരിക്കുള്ള അച്ഛൻ ഇട്ട പേര് അഭിരാമിയാണ് എന്ന് പറയുമ്പോൾ സത്യദാസൊക്കെ ഇങ്ങനെ ആകെ വിശ്വസിക്കാൻ കഴിയാതെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. സത്യദാസും അജയും എല്ലാവരും ഇങ്ങനെ ഞെട്ടിത്തരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നീ അഭിരാമിയാണെന്നുള്ള കാര്യം ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും എന്നിങ്ങനെ ചോദിക്കുമ്പോൾ മാധവനും സംഗീതയും സത്യദാസ് വരെ ഭൂമിയോട് ചോദിക്കുന്നുണ്ട്, അതെ, പെട്ടെന്ന് ഒരു ദിവസം കയറി വന്ന് നീ അഭിരാമിയാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കാനാണ്? അഭിരാമിയാണെന്ന് തെളിയിക്കാനുള്ള എന്തെങ്കിലും ഒരു കാര്യം നിന്റെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഉണ്ടല്ലോ, നിങ്ങൾക്ക് വേണ്ടതെല്ലാം എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ മാല ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇത് കണ്ടിട്ട് മുത്തശ്ശിക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ആ അനുപമയ്ക്കും അഞ്ജനയ്ക്കും അഭിരാമിക്കും ഞാൻ കൊടുത്ത ഈ കുടുംബത്തിന്റെ അടയാളമുള്ള ആ മാല, അതേ മാല 22 വർഷത്തെ പഴക്കവും ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നോക്കുകയാണ് മുത്തശ്ശി. അങ്ങനെ സത്യദാസും അത് കണ്ടു ഞെട്ടുന്നുണ്ട് കേട്ടോ. എൻ്റെ മകൾ അടുത്ത് തന്നെ ഉണ്ടായിട്ട് ഞാൻ അവളെ തിരിച്ചറിഞ്ഞില്ലല്ലോ, ലോകം മുഴുവൻ എൻ്റെ മകളെ തപ്പി ഞാൻ നടക്കുമ്പോൾ അവൾ എൻ്റെ കൺമുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആകെ സന്തോഷിക്കുകയാണ്. അങ്ങനെ അടുത്തതായിട്ട് മാല മാത്രമല്ല മുത്തശ്ശി എന്ന് പറഞ്ഞ് ഭൂമി ആ ബാക്കിലെ മറുകും കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അതോടുകൂടി 100% എല്ലാവർക്കും ഷുവറായി. അങ്ങനെ മുത്തശ്ശി പറയാണ്, 100% ഇത് നമ്മുടെ അഭിരാമി തന്നെ. മോൾ എന്തെങ്കിലും ഒരു ദിവസം ഞങ്ങളെ എല്ലാവരെയും തേടി വരുമെന്ന് ഈ മുത്തശ്ശിക്ക് അറിയായിരുന്നു മോളെ എന്നൊക്കെ പറഞ്ഞ് അഭിരാമിയെ കെട്ടിപ്പിടിക്കുന്നു, അതായത് ഭൂമിയെ കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെ സത്യദാസ്, എൻ്റെ മോള് വന്നു, എൻ്റെ മോള് തിരിച്ചെത്തി, ഇനി എനിക്ക് ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ആകെ സന്തോഷിക്കുന്നുണ്ട്. മോളെ വെൽക്കം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇനി ഇവളാണ് ഈ വീടിന്റെ രാജകുമാരി, ഇവളാണ് ഇനി ഈ വീട്ടിലെല്ലാം, ഈ വീടിനെ ഭരിക്കാൻ പോകുന്നത് ഇവളാണ്, എൻ്റെ അഭിരാമി മോള് എന്നൊക്കെ പറയുമ്പോൾ ഭവാനിക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നുണ്ട് കേട്ടോ. അഞ്ജനയ്ക്കും ഈ ഷോക്കൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ കൂടെ തന്നെ സത്യദാസ് വേറൊരു കാര്യം പറയാണ്, മോനെ അജയ്, നീ അഭിരാമി ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ അഞ്ജനയെ വിവാഹം കഴിക്കുന്നതിന് പകരം തീർച്ചയായും നീ അഭിരാമിയെ ആയിരിക്കും വിവാഹം കഴിക്കാനായിട്ട് ചൂസ് ചെയ്തിട്ടുണ്ടാവുക. അതെനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ എൻ്റെ മകൾ ഇവിടെ എൻ്റെ കൂടെ ഇല്ലാത്തത് കൊണ്ടാണ് അഞ്ജനയുമായിട്ടുള്ള കല്യാണത്തിന് ഞാൻ കൂട്ടുനിന്നത്. ഇപ്പോൾ എൻ്റെ മകൾ തിരിച്ചെത്തിക്കഴിഞ്ഞു, ഇനി ഇവളെ വിവാഹം കഴിച്ചൂടെ അജയ് എന്ന് ചോദിക്കുമ്പോൾ അജയ്ക്കാണെങ്കിൽ സന്തോഷം സഹിക്കാൻ വയ്യ. അങ്ങനെ ഭൂമിയും അജയും പരസ്പരം നോക്കി ചിരിക്കുന്നു. അങ്ങനെ നിങ്ങളാണ് മക്കളെ ഒന്നാവേണ്ടത്, നിങ്ങൾ ഒന്നായാൽ മതി എന്നൊക്കെ പറഞ്ഞ് സത്യദാസ് രണ്ടുപേരുടെ കയ്യും പിടിച്ചിങ്ങനെ വെക്കുന്നു. അഞ്ജനയ്ക്ക് അടുത്ത ഹാർട്ട് അറ്റാക്ക് വരുന്നു. അങ്ങനെ ഭവാനി ഞെട്ടിത്തരിച്ച് ആ ഷോക്ക് സഹിക്കാൻ പറ്റാതെ, ഇത്രയും വർഷങ്ങളുടെ എൻ്റെ കാത്തിരിപ്പ്, വർഷങ്ങളായിട്ടുള്ള പ്രതികാരവും എൻ്റെ വാശിയും എൻ്റെ ആഗ്രഹവും എൻ്റെ സ്വപ്നവും എല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്നു എന്നൊക്കെ ഉള്ള ആ സത്യം അംഗീകരിക്കാനുള്ള ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ഭവാനി നോ എന്ന് പറഞ്ഞ് ബഹളം വെക്കുകയാണ് കേട്ടോ. അതോടുകൂടി സ്വപ്നത്തിൽ നിന്ന് ഉണരുന്നു. അങ്ങനെയാണ് ഭവാനി തിരിച്ചറിയുന്നത് ഇതെല്ലാം സ്വപ്നമായിരുന്നു, അല്ലാതെ ഭൂമി സത്യമൊന്നും അറിഞ്ഞിട്ടില്ല, ഈ വീട്ടിലേക്ക് അഭിരാമിയാണെന്ന് പറഞ്ഞ് വന്നിട്ടുമില്ല, എല്ലാം സ്വപ്നമായിരുന്നു. പകല് കിടന്നുറങ്ങിയ ഭവാനിക്ക് വന്നൊരു സ്വപ്നം മാത്രമായിരുന്നു. അങ്ങനെ അത് തിരിച്ചറിയുമ്പോൾ ഭവാനിക്ക് വല്ലാത്തൊരു ആശ്വാസം ആവാണ് കേട്ടോ. ഭാഗ്യത്തിന് ഇത് സ്വപ്നമായി എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഭവാനി ഒട്ടും ഒരു നിമിഷം പോലും താമസിക്കുന്നില്ല, വേഗം ആ കമാലിനെ വിളിച്ച് പറയാണ്, ഹൈ റേഞ്ചിൽ വെച്ച് തന്നെ അവളെ തീർക്കണം, ഞാനും അങ്ങോട്ട് വരുന്നുണ്ട്, ഇനി അവളെ വിട്ടുകൂടാ, എനിക്ക് ചില ദുസ്വപ്നങ്ങളൊക്കെ വരാൻ തുടങ്ങി, ആ കത്ത് അവളുടെ കയ്യിലുള്ളിടത്തോളം കാലം നമ്മൾ അപകടത്തിലാണ്. മാത്രമല്ല ആ മാല വെച്ചോ ആ മറുക് വെച്ചോ ഏത് നിമിഷം വേണമെങ്കിലും സത്യദാസ് മകളെ തിരിച്ചറിയും, ഇല്ലെങ്കിൽ ആ ഭൂമി തന്നെ ഒന്ന് നന്നായി അന്വേഷിച്ചു കഴിഞ്ഞാൽ അവളുടെ അച്ഛൻ്റെ അമ്മയുടെ സ്വന്തം മകളല്ല അവൾ എന്നുള്ള കാര്യമൊക്കെ അവൾ മനസ്സിലാക്കും. അപ്പോൾ അതൊക്കെ സംഭവിക്കുന്നതിന് മുമ്പ് ആ ഭൂമി ഈ ഭൂമിയിൽ ഇനി ജീവനോടെ ഉണ്ടാവരുത് എന്നൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ ഭവാനി ഈ കൊലപാതകമൊക്കെ പ്ലാൻ ചെയ്യാനായിട്ട് ഹൈ റേഞ്ചിലേക്ക് വരികയാണ്. ഇതേ സമയം അവിടെ ഭൂമി പ്രൊഫസറെയൊക്കെ കണ്ടു കഴിഞ്ഞു. ആ കത്തൊക്കെ കാണിച്ച ശേഷം പ്രൊഫസർ ചില ഹിന്റൊക്കെ ഭൂമിക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഭൂമി എന്തായാലും അവസാനം ഈ കൊലയാളിയെ കത്തടിച്ചു മാറ്റിയവനെ ഫോളോ ചെയ്ത് പോകുമ്പോഴായിരിക്കും ഭവാനിയെ പോലെ ഒരു രൂപം, അങ്ങനെ ഒരാളെ ഒരു റൂമിനകത്ത് വെച്ച് കാണുന്നത്. അങ്ങനെ കമാലിനെ എന്തായാലും ഭൂമി തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അയാളുടെ കൂടെ ഒരു പെണ്ണുണ്ട് എന്നുള്ള കാര്യം കൂടെ ഭൂമിക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് ഭവാനിയാണെന്ന് കൺഫേം ചെയ്യേണ്ട താമസമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഈ കഥ ഇപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകുന്നുണ്ട്. അച്യുതൻ്റെ മരണശേഷം കുറച്ച് കണ്ണീരും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് എപ്പിസോഡ് ലാഗ് ചെയ്തെങ്കിലും ഇപ്പോൾ കുഴപ്പമില്ല, കുറച്ച് സ്പീഡായിട്ട് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയൂ കേട്ടോ. താങ്ക് യു, ബൈ.